എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ ഹീറോ സൂമിൻ്റെ 110cc സ്കൂട്ടറാണ്. അതിൻ്റെ എക്സ്ടെക് അല്ലെങ്കിൽ ZX എന്ന് പറയാം, ഏറ്റവും ഫുള്ളി ലോഡഡ് സ്കൂട്ടറിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത് ഡിയോ പുതിയ മോഡൽ 125cc ബെറ്ററാണ് എന്നുകൂടെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഇപ്പോൾ തന്നെ പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ മെമ്പർ ആയിക്കൊള്ളുക. പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ സ്കൂട്ടേഴ്സിൻ്റെയും ടു വീലേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ ഡെയിലി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2024 മോഡൽ ഹീറോ സൂമിൻ്റെ ZX മോഡലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഡിസൈൻ തന്നെ വളരെ എയറോഡൈനമിക് ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ ഈ ഒരു 110cc സെഗ്മെൻറ്റിൽ ഇറങ്ങുന്ന സ്കൂട്ടറുകൾ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിയും ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സും ലോഡായിട്ടുള്ള ഒരു സ്കൂട്ടർ തന്നെയാണ് ഹീറോ സൂം. ഇതിന് ഏകദേശം 1,11,000 രൂപയാണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കോസ്റ്റ് മുടക്കി നമ്മൾ ഈ സ്കൂട്ടർ എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽഡ് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നമുക്കിതിൻ്റെ ഡിസൈനിൽ നിന്ന് തുടങ്ങാം. ഫുള്ളി എയറോഡൈനാമിക് ആയിട്ടുള്ളൊരു ബോഡി ഡിസൈനാണ്. ഫുൾ എയർ കട്ട് ചെയ്ത് വളരെ സ്പീഡിലും കംഫർട്ടബിളും സേഫായിട്ടും യാത്ര ചെയ്യാനായിട്ട് ഇതിൻ്റെ ഈ ഡിസൈൻ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ മറ്റൊരു എടുത്ത് പറയാവുന്ന കാരണം വെച്ചാൽ ഇതിൻ്റെ ഹാൻഡിൽ കവറാണ്. മാറ്റ് ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് ഡിസൈനിലാണ് ഹാൻഡിൽ കവർ വരുന്നത്. മിറർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റൊരു വാഹനമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന അല്ലെങ്കിൽ താഴെ വീഴുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഒരു കുറച്ചുകൂടി ആരമുള്ള അല്ലെങ്കിൽ ഒരു ഗ്രിപ്പ് ഉള്ള ടൈപ്പ് പാറ്റേൺ ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഹാൻഡിൽ കവർ ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള ഒരു ചെറിയ പീസ് വരും, അതിൻ്റെ താഴെ വലിയൊരു പീസ് വരും. കൂടാതെ മാറ്റ് ബ്ലാക്ക് കളറിലെ പീസിൻ്റെ താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഹാലജൻ ബൾബാണ് ഇൻഡിക്കേറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നടുവിലായിട്ട് ഹീറോൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. അതിന് താഴെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ക്ലാമ്പുമാണ് വരുന്നത്. സൈഡ് പോർഷൻസ് എല്ലാം തന്നെ ഗ്ലോസി ബ്ലാക്കിൻ്റെയും കൂടാതെ സിൽവറിൻ്റെയും ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് സിൽവറാണ് അടിച്ചിരിക്കുന്നത്. കൂടാതെ 110cc സെഗ്മെൻറ്റിലെ ആദ്യമായിട്ട് കോർണർ ബെൻഡിങ് ലൈറ്റ്സ് വരുന്ന ഒരു സ്കൂട്ടറാണ് നമ്മുടെ ഹീറോ സൂം 110cc ZX. കോർണർ ബെൻഡിങ് ലൈറ്റ്സ് നമ്മുടെ ഫുൾ ഓപ്ഷനിൽ മാത്രമേ വരുന്നുള്ളൂ. വാഹനത്തിൻ്റെ ലൈറ്റ്സ്, അതായത് ഹെഡ് ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ലൈറ്റ്സ് മിക്സറാണ്. അതായത് പൊസിഷൻ ലൈറ്റ്സ് ആണ് ആദ്യമേ കാണുന്നത്. ഈ വൈറ്റ് കളറിൽ കാണുന്നത് അത് H ഷേപ്പ് ആയിട്ടുള്ള പൊസിഷൻ ലൈറ്റ് ആണ്. അത് കൂടാതെ പ്രൊജക്ടർ LED ലൈറ്റ്സും വരുന്നുണ്ട്. 2 ലൈറ്റ് വരുന്നുണ്ട്. നല്ല കണ്ടോ, ഇതുപോലെ നല്ല ത്രോ ഉള്ളൊരു പ്രകാശമാണ്. വൈറ്റ് കളറിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡ് ഗ്ലോസി ബ്ലാക്ക് കളറിലാണ്. സൂമിൻ്റെ ഒരു അടിപൊളി സ്റ്റിക്കർ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇത് മഡ് ഗാർഡിൻ്റെ സൈഡിൽ വരുന്ന പോർഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഡിൽ നമ്മുടെ വണ്ടി ഒരേയൊന്ന് ഭാഗങ്ങളെല്ലാം ഗ്രിപ്പുള്ള ഒരു മെറ്റീരിയലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ടെലസ്കോപ്പിക് ആണ് സസ്പെൻഷൻ, ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലോങ് ആയിട്ടുള്ളതും 21 mm വീതിയുള്ളതുമായ സസ്പെൻഷനാണ്. നല്ല കംഫർട്ടബിൾ ആയിരിക്കും. വണ്ടി വളരെ സ്റ്റേബിൾ ആയിരിക്കും. ചാട്ടമൊന്നും നമുക്ക് വളരെയധികം നന്നായിട്ട് ഫീൽ ചെയ്തൊന്നുമില്ല. ഫ്രണ്ട് ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കമ്പനി തന്നിരിക്കുന്നത്. ഫ്രണ്ട് ടയർ വളരെ വലുതാണ്. 90-12 ട്യൂബ്ലെസ് ടയേഴ്സാണ് വാഹനത്തിന് വരുന്നത്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് മറ്റൊരു കാര്യം കൂടി നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ സ്കൂട്ടറുകളെല്ലാം സിംഗിൾ പിസ്റ്റൺ ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും വരെ. ഇത് ബൈബ്രയുടെ ഡ്യുവൽ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്സ് ആണ് നമ്മുടെ സ്കൂട്ടറിന് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു റിഫ്ലക്ടർ ഷോക്കപ്പിൽ 2 സൈഡിലും യെല്ലോ കളറിൽ റിഫ്ലക്ടർ ഇവിടെ കമ്പനിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു ഫെസിലിറ്റി, ഈ ഒരു ഗ്രിപ്പുള്ളൊരു ഫെസിലിറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ കാണുന്നത്. ഇതാണ് കോർണർ ബെൻഡിങ് ലൈറ്റ്സ്. നമ്മൾ കോർണറിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ഇത് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ സൈഡിൽ ഇൻഡിക്കേറ്റർ തെളിയുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തെളിഞ്ഞ് കാണിക്കുന്നതാണ്. നല്ലൊരു അട്രാക്ഷൻ ആയിരിക്കും വണ്ടി ഓടിക്കുമ്പോൾ അത് കാണാനായിട്ട്. ഹീറോ സൂമിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 155 mm ആണ്. ടോട്ടൽ വീൽ ബേസ് 1300 mm ആണ്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. 155 mm ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ കേരളത്തിലെ മോശപ്പെട്ട റോഡിലൂടെ ഓടിച്ചാൽ പോലും വാഹനത്തിന് അടിതെറ്റി അണ്ടർ ബോഡി ഡാമേജ് ഒന്നും വാഹനത്തിന് വരത്തില്ല. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ ഉള്ളതുകൊണ്ട് വാഹനത്തിൻ്റെ സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ നമുക്കത് സ്റ്റാർട്ടാക്കി ഡ്രൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ്, ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. നിങ്ങളുടെ കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും എനിക്ക് വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലപോലെ കൺവീനിയൻസ് ഫീച്ചേഴ്സ് വരുന്ന ഒരു സ്കൂട്ടറാണ് ഹീറോ സൂം. നമ്മളിതിൻ്റെ കോക്പിറ്റ് കണ്ടോ, ഇതുപോലെ മാറ്റ് ബ്ലാക്ക് ഡിസൈനാണ് കമ്പനി നൽകിയിരിക്കുന്നത്. സൂമിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. സാധാരണ സ്കൂട്ടറിൽ ഒന്ന് വരുമ്പോൾ ഇതിന് 2 ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഗ്ലോ ബോക്സിൻ്റെ മിഡിലായിട്ട് നമുക്ക് USB ചാർജിങ് പോർട്ട് കൂടെ നമ്മുടെ ഹീറോ കമ്പനി നൽകിയിട്ടുണ്ട്. അതിന് കൺവീനിയൻസ് എന്താണെന്ന് വെച്ചാൽ ചാർജിങ് ബോർഡിൽ കേബിൾ കുത്തിയിട്ട് നമുക്ക് ഈ ഗ്ലോ ബോക്സിൽ ഏതെങ്കിലും ഒരു ഗ്ലോ ബോക്സിൽ മൊബൈൽ ഫോൺ ഇടാം. രണ്ടാമത്തെ ഗ്ലോ ബോക്സിൽ നിങ്ങളുടെ സേഫ്റ്റി വാലറ്റോ അല്ലെങ്കിൽ പൗച്ചോ
അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇത് വളരെ കൺവീനിയൻസ് ഉള്ള ഫീച്ചറാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സ്കൂട്ടറിലാണ് ഈ ഒരു ഫീച്ചർ കാണുന്നത്. വാഹനത്തിൻ്റെ മീറ്റർ പറയുന്നത് ഫുൾ ഡിജിറ്റൽ മീറ്ററാണ് വാഹനത്തിന് വരുന്നത്. അതിൽ ഒത്തിരി കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഹീറോൻ്റെ എക്സ്റ്റെക് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഈ ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് റിയൽ ടൈം മൈലേജ് കാണാൻ സാധിക്കും. അതുപോലെ കോളർ ID, SMS, വാട്സപ്പിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കാണിക്കും. ഹീറോ കണക്റ്റ് ആപ്പായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് വരെ ഇതിൽ നമുക്ക് കാണിച്ചു തരുന്നതാണ്. കൂടാതെ ലാസ്റ്റ് പാർക്ക് ചെയ്ത പൊസിഷനെല്ലാം തന്നെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വാഹനം റണ്ണിങ്ങിൽ ഫ്യൂല് ലോ ആണെങ്കിൽ അത് കാണിച്ചു തരും. ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കും, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എത്രയാണ് നമുക്ക് ആവറേജ് മൈലേജ് കിട്ടുന്നത് എല്ലാം തന്നെ ഈ ഡിസ്പ്ലേയിൽ കാണിക്കും. ഇതിൻ്റെ ബാറ്ററി ഇതായിട്ട് കണക്റ്റഡ് അല്ല, അതുകൊണ്ടാണ് എനിക്കിത് ഓപ്പൺ ചെയ്ത് കാണിക്കാനും ഡിസ്പ്ലേയുടെ ഫീച്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ സാധിക്കാത്തത്. ഞാൻ ഉടനെ തന്നെ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചെയ്തു തരുന്നതാണ്. വലത്തെ സൈഡിലാണ് i3 സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജിയുടെ ബട്ടൺ വരുന്നത്. i3 സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വണ്ടി ഐഡിയലായിട്ട് നിൽക്കുകയാണെങ്കിൽ വണ്ടി തനിയെ ഓഫായി പോവുകയും ജസ്റ്റ് ത്രോട്ടിൽ ആക്സലറേഷൻ തിരിച്ചാൽ വണ്ടി തിരികെ സ്റ്റാർട്ടാവുകയും ചെയ്യും. ഇതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ നല്ലൊരു എമൗണ്ടിൽ ഫ്യൂല് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് എപ്പോഴും യൂസ് വരുന്നത് ട്രാഫിക് സിഗ്നലിലേക്ക് നമ്മൾ പെട്ടുപോകുമ്പോഴാണ്. ഇനി നമുക്കിതിൻ്റെ സീറ്റിനെ കുറിച്ച് പറയാം. ഡ്യുവൽ ടോൺ ആയിട്ടുള്ള സീറ്റാണ്. കണ്ടോ, ഈ ഡിസൈൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രണ്ടിൽ പാറ്റേൺ അല്ല, ബാക്ക് സൈഡിലെ പാറ്റേണിൽ വരുന്നത്. ഈ സീറ്റിൻ്റെ താഴെ സ്റ്റോറേജ് 19.2 ലിറ്ററാണ് ആകെ സ്റ്റോറേജ് വരുന്നത്. ഫ്യൂൽ ടാങ്കും സീറ്റിൻ്റെ താഴെ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 5.2 ലിറ്ററാണ് വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. E20 ഫ്യൂൽ സപ്പോർട്ടറാണ്, OBD2 സെൻസർ ഉണ്ട്. അണ്ടർ സീറ്റ് ബൂട്ട് ലാമ്പ് വരെ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ നല്ല ലാർജ് ആയിട്ടുള്ളൊരു ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. ബൂട്ട് ലാമ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് രാത്രി സമയങ്ങളിലൊക്കെ സീറ്റ് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും പിടിക്കാനും പിടിക്കാനൊക്കെ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇതാണ് ബൂട്ട് ലാമ്പ് വരുന്നത്. 19.2 സ്റ്റോറേജ് കുറവാണ്. ശരിക്കും 22-21 ലിറ്ററൊക്കെയാണ് സാധാരണ സ്കൂട്ടറുകളിൽ സ്റ്റോറേജ് വരാറ്. പക്ഷേ ഈ ഒരു ഷേപ്പ് നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ ആ സ്റ്റോറേജിൻ്റെ പ്ലേസ്മെൻറ്റ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരുന്നത്. എന്നാൽ തന്നെ അപ്പോൾ നമുക്ക് ഒട്ടും വേസ്റ്റേജ് വരില്ല. 19.2 ഉള്ളെങ്കിലും അത്യാവശ്യം ഐറ്റംസ്, ഒരു ഹെൽമെറ്റും ബാക്ക് പാക്കൊക്കെ കൊള്ളാവുന്ന നല്ലൊരു സ്റ്റോറേജ് നമുക്ക് ഈ സ്കൂട്ടറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതാണ് സീറ്റിൻ്റെ ഇന്നർ പോർഷൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ തമ്പനയിൽ ഡിയോനേക്കാളും ബെറ്റർ ആണ് എന്ന് സ്കൂട്ടർ പറഞ്ഞതിൻ്റെ കാരണം. ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജിയും കൺവീനിയൻസും ഫീച്ചേഴ്സിൽ വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ സീറ്റ് ഓപ്പണർ, സൂമിൻ്റെ ബാഡ്ജിങ്, എക്സ്റ്റെക്കിൻ്റെ ബാഡ്ജിങ് എല്ലാം തന്നെ നമുക്ക് സീറ്റിൻ്റെ താഴെയുള്ള ആ വലിയ പോർഷനിൽ ഗ്ലോസി ബ്ലാക്കിൽ സിൽവറിൽ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ എൻജിൻ വരുന്നത്. റിയർ സൈഡ് ഫുഡ് റെസ്റ്റ് വരുന്നത് അലൂമിനിയം മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതിന് സൈഡ് സ്റ്റാൻഡ് ഓൾറെഡി ഉണ്ട്. ഇത് PDI ചെയ്യാത്ത വെഹിക്കിളായതുകൊണ്ട് സൈഡ് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ടുള്ള സൈഡ് സ്റ്റാൻഡ് സെൻസർ വരും. സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഫീച്ചർ ഓൾറെഡി സ്കൂട്ടറിന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഇതാണ് വാഹനത്തിൻ്റെ എക്സ്റ്റെക് ടെക്നോളജി i3 സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിൻ. ഇതിന് 110.9 cc ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ടഡ് 4 സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ് നമ്മുടെ ഹീറോ സൂമിന് വരുന്നത്. ഇതിന് 0 to 60 സെക്കൻഡ് കവർ ചെയ്യാൻ വെറും 9.35 സെക്കൻഡ് മാത്രം മതി. മാക്സിമം പവർ വരുന്നത് 8.5 bhp ആണ്. സെയിം ടു സെയിം ടോർക്കും 8.7 ന്യൂട്ടൺ മീറ്ററും ടോർക്കും നമുക്ക് വാഹനത്തിന് ലഭിക്കുന്നതാണ്. ലീനിയർ ആയിട്ടുള്ള ടോർക്കാണ് ലഭിക്കുന്നത്. സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ നമുക്ക് സെയിം ടു സെയിം പുള്ളിങ് വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ സൈലൻറ്റ് എഞ്ചിനാണ്. ഒട്ടും എഞ്ചിൻ വോയിസ് നമുക്ക് അകത്തുനിന്ന് കേൾക്കത്തില്ല. ഇതാണ് എയർ ഫിൽറ്റർ വരുന്നത്. ഹീറോൻ്റെ ബാഡ്ജിങ് വരും. പിന്നെ ഈ സെഗ്മെൻറ്റിൽ വരുന്ന സ്കൂട്ടറുകളെല്ലാം പോലെ തന്നെ ഇൻബിൽറ്റ് കിക്കറും സ്കൂട്ടറിന് വരുന്നുണ്ട്. ഇനി എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് സസ്പെൻഷനാണ്. ലോങ് യൂണിറ്റ് സ്വിങ് ഹൈഡ്രോളിക് ഡാമ്പർ സസ്പെൻഷനാണ് വാഹനത്തിന് വരുന്നത്. അതിൻ്റെ ടെൻഷൻ, ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നമുക്ക് 5 പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സസ്പെൻഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് കണ്ടോ, കുറച്ചുകൂടി വൈഡായിട്ട് ഞാൻ കാണിച്ചു തരാം. ആ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ടയറിൽ നിന്നും കുറച്ചുകൂടി പൊക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം ബാക്ക് ചാടിക്കഴിഞ്ഞാൽ, കുഴിയിലൊക്കെ ചാടിയാൽ തന്നെ മേളിലൊന്നും അടിച്ച് ഡാമേജ്, അണ്ടർ ബോഡി ഡാമേജുകൾ വരാനും ഇതിൻ്റെ ഉള്ളിലെ ബെയറിങ്ങുകൾ ഡാമേജ് ആവാനും ചാൻസ് വളരെ കുറവാണ്. ആ സസ്പെൻഷൻ തന്നെ ആ ഒരു ഡാമേജ് ഏറ്റെടുത്തോളൂ. 130 mm റിയർ ഡ്രം ബ്രേക്ക് വരുന്നുണ്ട്. റിയർ സൈഡിലുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിൻ്റെ റിയർ ടെയിൽ ലാമ്പാണ്. LED ടെയിൽ ലാമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ബാക്ക് സൈഡ് ഇൻഡിക്കേറ്റേഴ്സും ഫ്ലെക്സിബിൾ ആണ്. മറ്റ് സ്കൂട്ടറോ ബൈക്കോ വന്ന് തട്ടിയാൽ പോലും നമുക്ക് അതിൻ്റെ പെട്ടെന്നൊന്നും ഡാമേജ് ആവത്തില്ല. നമ്പർ പ്ലേറ്റിനും അഡീഷണൽ ആയിട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത് കൂടുതൽ സ്കൂട്ടറുകളിലും ഈ ലൈറ്റ് വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് മാത്രം ഞാൻ എടുത്ത് പറയുന്നതാണ്. ബാക്ക് സൈഡ് നല്ല ലോങ് ആയിട്ട് നീളമുള്ള അടിപൊളി റിയർ മഡ് ഗാർഡാണ് വരുന്നത്. മാറ്റ് ബ്ലാക്ക് കളറുള്ള ഹാർഡ് ഫൈബറിലാണ്. ഇതാണ് സ്പോർട്ടി മഫ്ലർ വരുന്നത്. നല്ല സ്പോർട്ടി സൗണ്ടാണ്. ഈ മഫ്ലറിൻ്റെ മേളിലായിട്ടൊരു ഗാർഡ് കൂടി വരും. ഇത് PDI ചെയ്യാത്ത വണ്ടി ആയതുകൊണ്ട് ഗാർഡ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടില്ല. ഡെലിവറി ടൈമിൽ മാത്രമേ ഇത് അവർ ഫിറ്റ് ചെയ്തുള്ളൂ. നല്ല സൈലൻ്റ് ആയിട്ടുള്ള സൗണ്ടാണ്. പക്ഷേ നല്ല എൻടോർക്കിനേക്കാളും കുറച്ചുകൂടി കുറവാണ്. എൻടോർക്കിൻ്റെ അത്രയും വരില്ല, എന്നാലും കുറച്ചുകൂടി കുറവ്. നല്ല സ്പോർട്ടി സൗണ്ടാണ് വരുന്നത്. ബാക്ക് സൈഡ് ടയർ നല്ല വലിപ്പമുള്ള ടയറാണ്. 100/80/12 ട്യൂബ്ലെസ് ടയർ തന്നെയാണ് വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരും.
എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ബാക്കി എല്ലാ വണ്ടികളിലും ബാക്ക് സൈഡ് ടയർ 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയറേ വരാറുള്ളൂ. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് 100 വണ്ടി എടുക്കുകയാണെങ്കിൽ വെറും 2 വണ്ടിക്ക് മാത്രമേ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കമ്പനി കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് 130 mm ഡ്രം ബ്രേക്സ് വരുന്നുണ്ട്. ഹീറോ സൂം 3 വേരിയൻറ്റിൽ വരുന്നുണ്ട്. 1 ലക്ഷം തൊട്ട് 1,11,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. വളരെയധികം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ് ഹീറോ സൂം. അതുപോലെ തന്നെ ഡിയോനേക്കാളും പ്രൈസും കുറവാണ്. ഒരുപാട് ടെക്നോളജിക്കലും അതുപോലെ തന്നെ മെക്കാനിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഹീറോ സൂം എടുക്കുന്നതായിരിക്കും ഹോണ്ട ഡിയോ എടുക്കുന്നതിനേക്കാൾ നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. മറിച്ച് അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാവും. എന്തായാലും മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.